നമ്മുടെ സൂര്യനിൽ ഭൂമിയുടെ 15 ഇരട്ടിയിലധികം വലിപ്പമുള്ള ഒരു സൗരകളങ്കം അല്ലെങ്കിൽ സൺ സ്പോട്ടിനെയാണ് ഇപ്പോൾ സോളാർ ഡൈനാമിക് ഒബ്സർവേറ്ററി കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു സൺ സ്പോട്ടിൻ്റെ വലിപ്പം ഭൂമിയുടെ അത്രയും തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെ അതിൻ്റെ 15 ഇരട്ടിയിലധികം വലിപ്പമാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള സോളാർ ഫ്ലെയറിനും കൊറോണൽ മാസ് ഇജക്ഷനും കാരണമായി മാറുന്നതാണ്. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇപ്പോൾ തന്നെ നമ്മുടെ ഭൂമിയിൽ കാണാൻ സാധിക്കുന്നതുമാണ്. യൂറോപ്യൻ മേഖലകളിൽ താമസിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ മെസ്സേജായിട്ട് അവിടുത്തെ ദൃശ്യങ്ങൾ എനിക്ക് അയച്ചു തരികയുണ്ടായി ഇൻസ്റ്റാഗ്രാമിലൂടെ. ആ ദൃശ്യങ്ങൾ വ്യക്തമായിട്ട് നമുക്ക് അറോറ എന്ന് പറയുന്ന പ്രതിഭാസം കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ കാരണം സൂര്യനിൽ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന ആ സൺസ്പോട്ട് തന്നെയാണ്. ടിപ്പിക്കലി ഒരു സൺസ്പോട്ടിൻ്റെ വലിപ്പം ഭൂമിയുടെ അത്രയും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പക്ഷേ ഇവിടെ അതിനേക്കാളൊക്കെ തീവ്രമായിട്ടുള്ളൊരു സൺസ്പോട്ടാണ് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഇത്രയും വലിപ്പമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് നേരിട്ട് ഈ സൺസ്പോട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു ടെലസ്കോപ്പിൻ്റെയും ആവശ്യമില്ല. പക്ഷേ ഒരു കാരണവശാലും നിങ്ങൾ നേരിട്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് സൂര്യനെ നോക്കാൻ പാടില്ല. അത് ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ പോലും. കാരണം അത്രയധികം തീവ്രമായിട്ടുള്ള പ്രകാശമാണ് സൂര്യനിൽ നിന്നും നമ്മളിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മുടെ കാഴ്ച ശക്തിയെ തന്നെ അത് പ്രതികൂലമായിട്ട് ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രൊട്ടക്ഷൻ ഗ്ലാസുകളുടെ സഹായത്താൽ മാത്രമേ നിങ്ങൾ ആ കാഴ്ച കാണാൻ പാടുള്ളൂ. അത് സാധാരണഗതിയിലുള്ള ഒരു സൺഗ്ലാസ് അല്ല, സൺ ഫിൽട്ടർ സ്ഥാപിച്ചിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ഗ്ലാസുകൾ തന്നെയാണ്. ആ ഗ്ലാസുകളൊന്നുമില്ലാതെ പിൻ ഹോൾ പ്രൊജക്ഷനിലൂടെ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സൺസ്പോട്ട് ഭൂമിയിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കുന്നതാണ്. ശരിക്കും എന്താണ് ഈ സൺസ്പോട്ട്? എങ്ങനെയാണ് സൺസ്പോട്ട് ഉണ്ടാകുന്നത്? അതിനെ തുടർന്ന് സോളാർ ഫ്ലെയറും കൊറോണൽ മാസ് ഇജക്ഷനും ഒക്കെ സംഭവിക്കുന്നത് എന്ത് കാരണത്താലാണ്? ഭൂമിയിൽ ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? വളരെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഇക്കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ സൺസ്പോട്ടിനെ രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ട് 1000 വർഷത്തിൽ അധികമായിരിക്കുന്നു. ആദ്യമായിട്ട് സൺസ്പോട്ടിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചൈനയിലാണ്. അതിനുശേഷം നിരവധി ഗവേഷകർ ഇതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തുകയും സൺസ്പോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. 17-ാം നൂറ്റാണ്ടിന് ശേഷമാണ് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള സൺസ്പോട്ടുകളെ രേഖപ്പെടുത്തി തുടങ്ങിയത്. ഏറ്റവും കൂടുതൽ സൺസ്പോട്ടുകളെ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിലാണ്. അതിന് നമ്മൾ നന്ദി പറയേണ്ടത് സോളാർ ഒബ്സർവേറ്ററികളോട് തന്നെയാണ്. കഴിഞ്ഞ 20 വർഷങ്ങൾക്കിടയിൽ സാങ്കേതികവിദ്യ അത്രയധികം കുതിച്ചുയർന്നിട്ടുണ്ട്. അതിൻ്റെ സഹായത്താൽ നിരന്തരമായിട്ട് സൂര്യനെ നിരീക്ഷിക്കാനും ഇത്തരത്തിലുണ്ടാകുന്ന സൺസ്പോട്ടുകളെ രേഖപ്പെടുത്താനും സാധ്യമായിട്ടുണ്ട്. കുറേയധികം വർഷങ്ങളായി രേഖപ്പെടുത്തിയിട്ടുള്ള സൺസ്പോട്ടുകളുടെ ഒരു ഗ്രാഫാണ് നിങ്ങളിവിടെ കാണുന്നത്. ചില സമയങ്ങളിലൊക്കെ ആ ഗ്രാഫ് മുകളിലേക്ക് ഉയരുന്നതായും പിന്നെ അത് താഴേക്ക് പോകുന്നതായിട്ടും കാണാം. അതായത് ചില സമയങ്ങളിൽ കൂടുതലായിട്ട് സൺസ്പോട്ടുകൾ പ്രത്യക്ഷപ്പെടുന്നു, ചില സമയങ്ങളിൽ സൺസ്പോട്ടുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇതിൻ്റെ ശരാശരി എടുത്തു നോക്കുകയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് 11 വർഷങ്ങൾ കൂടുന്തോറും ആവർത്തിക്കുന്ന ഒരു പ്രതിഭാസമാണെന്ന് ഗവേഷകർ മനസ്സിലാക്കി. അതിനെയാണ് സോളാർ സൈക്കിൾ എന്ന പേരുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതലായിട്ട് സൺസ്പോട്ടുകൾ ഉണ്ടാകുന്ന കാലഘട്ടത്തെ സോളാർ മാക്സിമം എന്നും ഏറ്റവും കുറച്ചു മാത്രം സൺസ്പോട്ടുകൾ ഉണ്ടാകുന്ന കാലഘട്ടത്തെ സോളാർ മിനിമം എന്നുമാണ് വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും കൂടുതൽ സൺസ്പോട്ടുകളെ കാണുന്ന സോളാർ മാക്സിമത്തിൻ്റെ സമയത്ത് തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് സോളാർ ഫ്ലെയറുകളും കൊറോണൽ മാസ് ഇജക്ഷനുമൊക്കെ സംഭവിക്കുന്നത്. മാക്സിമം സംഭവിക്കുന്ന സമയത്ത് സൂര്യൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഏറ്റവും കൂടുതൽ സൺസ്പോട്ടുകളെ കാണാൻ സാധിക്കുന്നത്. അത് ഏതാനും മണിക്കൂറുകൾ മുതൽ ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. മിനിമം ആകുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള സൺസ്പോട്ടുകളെയും കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഏറെക്കുറെ സൗരയുധം ശാന്തമായി തന്നെ ആയിരിക്കും കിടക്കുക. മിനിമം സംഭവിച്ച് ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ സൺസ്പോട്ടുകൾ വീണ്ടും പ്രത്യക്ഷപ്പെടും. അപ്രകാരം പ്രത്യക്ഷപ്പെടുന്ന സൺസ്പോട്ടുകൾ ഏതാനും മാസങ്ങൾ വരെ അവിടെ നിലനിൽക്കുന്നതാണ്. ഈ സൺസ്പോട്ടുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ ഗവേഷകർ മനസ്സിലാക്കിയതോടുകൂടിയാണ് സൂര്യനിൽ ഉണ്ടാകുന്ന സോളാർ ഫ്ലെയറിൻ്റെ രഹസ്യം മനസ്സിലാക്കാൻ സാധിച്ചത്. കൊറോണൽ മാസ് ഇജക്ഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളെക്കുറിച്ച് അറിയുന്നതിന് മുൻപ് സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ അറിയണം. ഭൂമിക്ക് ഒരു കാന്തിക വലയം ഉള്ളതുപോലെ തന്നെ സൂര്യന് ഒരു കാന്തിക വലയമുണ്ട്. ഭൂമിക്ക് എങ്ങനെയാണ് ഒരു കാന്തിക വലയം ഉണ്ടാകുന്നത്? അതിൻ്റെ പിന്നിലുള്ള കാരണം ഭൂമിയുടെ മധ്യഭാഗത്തുള്ള ദ്രാവക രൂപത്തിലുള്ള ഇരുമ്പിൻ്റെയും നിക്കലിൻ്റെയും സാന്നിധ്യമാണ്. ഭൂമി കറങ്ങുന്നതനുസരിച്ച് അത് ചുഴറ്റപ്പെടുകയാണ്. അതിനെ തുടർന്ന് വൈദ്യുത തരംഗമുണ്ടാകുന്നുണ്ട്. വൈദ്യുത തരംഗമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് പെർപെൻഡിക്കുലറായിട്ട് മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകുന്നതാണ്. അങ്ങനെ കാന്തിക വലയം പ്രത്യക്ഷപ്പെടുന്നു.
കാന്തിക വലയത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ തന്നെയുണ്ട്. ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് പോളിൽ നിന്നും വെളിയിലേക്ക് കാന്തിക വലയങ്ങൾ വരുന്നതാണ്. അത് പിന്നീട് ഭൂമിയെ ചുറ്റിക്കറങ്ങി ഭൂമിയുടെ മാഗ്നറ്റിക് സൗത്ത് പോളിൽ എത്തിച്ചേരുന്നു. അതിനുശേഷം ഭൂമിയുടെ ഉള്ളിലൂടെ കോറിലൂടെ അത് സഞ്ചരിച്ച് വീണ്ടും നോർത്തിലേക്ക് എത്തുന്നു. ഇത്തരത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സഞ്ചരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഒരൊറ്റ ഫീൽഡ് ലൈൻസ് അല്ല, നിരവധി ഫീൽഡ് ലൈൻസ് ആണ് ഇപ്രകാരം കടന്നു പോകുന്നത്. സൂര്യനിലെ മാഗ്നറ്റിക് ഫീൽഡ് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. അതിൻ്റെ കാരണം അവിടുത്തെ ശക്തമായിട്ടുള്ള താപമാണ്. ഭൂമിയിലെ താപനില ഒന്നുമല്ല സൂര്യനുള്ളത്, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത്രയധികം ഉയർന്ന താപനിലയാണെങ്കിൽ അവിടുത്തെ പദാർത്ഥങ്ങൾ എങ്ങനെയാണ് നിലനിൽക്കുക? ഭൂമിയിലേക്കൊന്ന് നോക്കുക. ഇവിടെ നമുക്ക് ദ്രാവക രൂപത്തിൽ പദാർത്ഥങ്ങളെ കാണാൻ സാധിക്കും, ഖരരൂപത്തിലും വാതക രൂപത്തിലും കാണാൻ സാധിക്കും. അതായത് സോളിഡ്, ലിക്വിഡ്, ഗേഷ്യസ് ലെവലിൽ നമുക്ക് പദാർത്ഥങ്ങളെ കാണാൻ സാധിക്കും. പക്ഷേ സൂര്യനിൽ അത്രയധികം താപനില ഉള്ളതുകൊണ്ട് പദാർത്ഥങ്ങൾ അപ്രകാരമല്ല നിലനിൽക്കുന്നത്. പ്ലാസ്മ എന്ന് പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ്. പ്ലാസ്മ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള ആറ്റം. ആ ആറ്റങ്ങൾ അതിശക്തമായിട്ടുള്ള താപം ഉണ്ടാകുമ്പോൾ ആ ആറ്റത്തിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകൾ വെളിയിലേക്ക് പുറന്തള്ളപ്പെടുന്നതാണ്. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്, ആറ്റം ന്യൂട്രലാണ്. ഇങ്ങനെ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ ആറ്റത്തിൽ നിന്നും വെളിയിലേക്ക് പോകുമ്പോൾ ന്യൂട്രലായിട്ടുള്ള ആറ്റം പോസിറ്റീവായിട്ടുള്ള അയോൺസ് ആയിട്ട് മാറുന്നതാണ്. പ്ലാസ്മ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പോസിറ്റീവ് അയോൺസ് തന്നെയാണ്. സൂര്യനിൽ ഇത്തരത്തിലുള്ള പ്ലാസ്മയാണ് കാണാൻ സാധിക്കുന്നത്. ഈ പ്ലാസ്മയുടെ സഞ്ചാരം കാരണം അവിടെ വൈദ്യുതി തരംഗമുണ്ടാകുന്നുണ്ട്. വൈദ്യുതി തരംഗം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തായാലും അവിടെ മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാകുന്നുണ്ട്. ഭൂമിയുടെ ഉള്ളിലാണ് മാഗ്നറ്റിക് ഫീൽഡിന് കാരണമായിട്ടുള്ള പദാർത്ഥം ഉള്ളതെങ്കിൽ സൂര്യനിൽ അത് മുഴുവനായിട്ട് വ്യാപിച്ച് കിടക്കുകയാണ്. ഈ പ്ലാസ്മ തന്നെയാണ് നമ്മൾ കാണുന്ന പ്രകാശത്തിന് കാരണമായി മാറുന്നത്. നമുക്കറിയാം, സൂര്യൻ്റെ മധ്യഭാഗത്ത് ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം നടക്കുന്നുണ്ട്. അതിനെ തുടർന്നാണ് അവിടെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ആ ഊർജ്ജം പ്ലാസ്മയിലൂടെ സഞ്ചരിച്ചിട്ടാണ് അതിൻ്റെ കണ്ടക്റ്റീവ് ലെയറിലേക്ക് എത്തിച്ചേരുന്നത്. ഉള്ളിലുണ്ടായിരിക്കുന്ന ഊർജ്ജയെ പ്ലാസ്മ മുകളിലേക്ക് കൊണ്ടുവരുന്നു. അത് മുകളിലെത്തുമ്പോൾ അതിൻ്റെ ഊർജ്ജത്തിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നുണ്ട്. മുകളിലത്തെ തലത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന വിസിബിൾ റേ ആയിട്ട് അത് മാറുന്നു. അത് അവിടെ നിന്നും സഞ്ചരിച്ച് ഫോട്ടോൺസിൻ്റെ രൂപത്തിൽ നമ്മളിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. എല്ലാ ഗ്രഹങ്ങളെയും പോലെ തന്നെ സൂര്യനും ഒരു ഗോളത്തിൻ്റെ രൂപമാണുള്ളത്. ഗോളത്തിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഇക്വേറ്ററിൻ്റെ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ വലിപ്പമുള്ളത്. അതിൻ്റെ ധ്രുവ പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വലിപ്പം കുറയുന്നതാണ്. ഈ ഗോളങ്ങളൊക്കെ തന്നെയും സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമി സ്വയം കറങ്ങുന്നുണ്ട്, അതുപോലെ തന്നെ സൂര്യനും സ്വയം കറങ്ങുന്നുണ്ട്. അങ്ങനൊരു ഗോളം സ്വയം കറങ്ങുമ്പോൾ ഏറ്റവും കൂടുതൽ വേഗതയിൽ കറങ്ങുന്നത് ഇക്വേറ്റർ ഭാഗം തന്നെ ആയിരിക്കും. കാരണം ഇക്വേറ്റർ ഭാഗം ഒരുപാടുണ്ടല്ലോ, അപ്പോൾ അതിന് കൂടുതൽ വേഗതയിൽ കറങ്ങേണ്ടതായിട്ടുണ്ട്. സൂര്യനിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. സൂര്യനിലെ ഇക്വേറ്റർ ഭാഗം കൂടുതൽ വേഗതയിൽ കറങ്ങുമ്പോൾ ഇക്വേറ്ററിൻ്റെ ഭാഗത്തുള്ള പ്ലാസ്മ കൂടുതൽ വേഗതയിൽ കറങ്ങുന്നതാണ്. ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴുള്ള പ്ലാസ്മയുടെ വേഗത കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇതുതന്നെയാണ് 11 വർഷങ്ങൾ കൂടുന്തോറും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സോളാർ സൈക്കിളിൻ്റെ പിന്നിലുള്ള കാരണം. പ്ലാസ്മയുടെ സഞ്ചാരം കാരണം തന്നെയാണല്ലോ മാഗ്നറ്റിക് ഫീൽഡ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇക്വേറ്ററിൻ്റെ ഭാഗത്തും ധ്രുവപ്രദേശങ്ങളിലും അല്ലെങ്കിൽ ഇക്വേറ്ററിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിലുമുള്ള പ്ലാസ്മ വ്യത്യസ്തമായിട്ടുള്ള വേഗതയിൽ സഞ്ചരിക്കുമ്പോൾ സൂര്യൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്ന കാന്തിക വലയം ട്വിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് സൂര്യൻ്റെ ഉള്ളിൽ നിന്നും വെളിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നതാണ്. 2 ഭാഗങ്ങളിലൂടെ ആയിരിക്കും വെളിയിലേക്ക് പ്രത്യക്ഷപ്പെടുക. ഒന്ന് മാഗ്നറ്റിക് പോസിറ്റീവും മറ്റൊന്ന് മാഗ്നറ്റിക് നെഗറ്റീവും. പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കായിരിക്കും ആ ഫീൽഡ് സഞ്ചരിക്കുക. ഈ മാഗ്നറ്റിക് പോസിറ്റീവ് സൂര്യൻ്റെ ഒരു ഭാഗത്താണ്, നെഗറ്റീവ് മറ്റൊരു ഭാഗത്താണ്. 2 വശത്തും വ്യത്യസ്തമായിട്ടുള്ള വേഗതയിലാണ് പ്ലാസ്മ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ സഞ്ചാരം അങ്ങനെ തുടർന്ന് പോകുന്നതിനാൽ ഈ ട്വിസ്റ്റ് ചെയ്യപ്പെട്ട ഫീൽഡ് ലൈൻസ് കൂടുതൽ ട്വിസ്റ്റഡ് ആകുന്നു. അങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോൾ റബ്ബർ ബാൻഡ് പൊട്ടിപ്പോകുന്നത് പോലെ ആ ഫീൽഡ് ലൈനും പൊട്ടിപ്പോകുന്നതാണ്. പക്ഷേ ഫീൽഡ് ലൈൻസിന് അങ്ങനെ തുടരാൻ സാധിക്കുന്നതല്ല. എത്രയും പെട്ടെന്ന് തന്നെ അതിന് ഒരു മാഗ്നറ്റിക് നെഗറ്റീവിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അത് നെഗറ്റീവിലേക്ക് പോകുന്നത് അതിൻ്റെ ധ്രുവപ്രദേശത്തേക്കായിരിക്കും. ഒരു ചെറിയ സ്പാൻ ഓഫ് ടൈമിനുള്ളിൽ തന്നെ ഒരു റീകണക്ഷൻ സംഭവിക്കുകയാണ്. പക്ഷേ ആ റീകണക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുൻപ് മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന് കൃത്യമായിട്ടുള്ള ഒരു നെഗറ്റീവ് ഇല്ല. ഒരു ചെറിയ സമയത്തിന് ശേഷം മാത്രമാണ് അത് നെഗറ്റീവിലേക്ക് എത്തിച്ചേരുന്നത്. ആ ചെറിയൊരു ഗ്യാപ്പിൽ
അവിടെ ഉണ്ടായിരിക്കുന്ന ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എനർജി മറ്റൊരു എനർജി ആയിട്ട് ഡിസിസിപ്പേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് നമ്മുടെ കൺസർവേഷൻ തിയറി അനുസരിച്ചുള്ള ഒരു നിയമം തന്നെയാണ്. ഒരു എനർജിക്കും ഇല്ലാതെയാകാൻ സാധിക്കുകയില്ല, അതിന് മറ്റൊരു എനർജി ആയിട്ട് മാറാനേ സാധിക്കുകയുള്ളൂ. ആ ചെറിയ സ്പാൻ ഓഫ് ടൈമിനുള്ളിൽ മാഗ്നറ്റിക് എനർജി മറ്റ് തല എനർജി ആയിട്ട് മാറുകയാണ്. കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നുണ്ട്, പ്രകാശത്തിൻ്റെ രൂപത്തിൽ മാറുന്നുണ്ട്, താപമായിട്ടും മാറുന്നുണ്ട്. ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുന്ന എനർജിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ സൂര്യനിലേക്ക് തന്നെ പോകും, കുറേ ഭാഗങ്ങൾ സൂര്യനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോകും. ചില സമയങ്ങളിൽ അത് ഭൂമിക്ക് നേരെയും വരുന്നതാണ്. ചില സമയങ്ങളിൽ എന്ന് പറയാനൊരു പ്രത്യേക കാരണമുണ്ട്. ആ സൺസ്പോട്ട് ഉണ്ടായിരിക്കുന്ന ഭാഗത്ത് ആ വശത്തിലായിട്ട് തന്നെ ഭൂമി ഉണ്ടായിരിക്കണം. അതിൻ്റെ മറുവശത്തോ അല്ലെങ്കിൽ മറ്റൊരു ഓറിയൻറ്റേഷനിലോ ആണ് ഭൂമിയുടെ സ്ഥാനമെങ്കിൽ ഭൂമിയിലേക്ക് ആ ഒരു റേഡിയേഷൻ വരുന്നതല്ല. ഇങ്ങനെ വരുന്ന റേഡിയേഷനെയാണ് നമ്മൾ സോളാർ ഫ്ലെയർ എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ ഞാൻ സൂര്യനിൽ ഉണ്ടായി വരുന്ന മാഗ്നറ്റിക് പോസിറ്റീവിനെ കുറിച്ചും മാഗ്നറ്റിക് നെഗറ്റീവിനെ കുറിച്ചും പറഞ്ഞല്ലോ. അതുതന്നെയാണ് നമ്മൾ കാണുന്ന സൂര്യകളങ്കം അല്ലെങ്കിൽ സൺസ്പോട്ട്. മാഗ്നറ്റിക് ഫീൽഡ് അപ്രകാരം വെളിയിലേക്ക് വരുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്തെ താപനില സൂര്യൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലെ താപനിലയേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗം ഒരു ഡാർക്ക് സ്പോട്ടായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ നല്ല വലുപ്പത്തിലുള്ള ഡാർക്ക് സ്പോട്ടുകൾ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ ശക്തമായിട്ടുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നുണ്ട്. അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടാം. അത് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു റീകണക്ഷൻ സംഭവിക്കുന്നതാണ്. റീകണക്ഷനെ തുടർന്ന് അതിശക്തമായിട്ടുള്ള ഒരു ഊർജത്തിൻ്റെ പ്രവാഹം ഉണ്ടാകുന്നതാണ്. അത് ഭൂമിക്ക് നേരെ വരുന്നതാണ്. ഇനി ആ സോളാർ ഫ്ലെയർ ഭൂമിക്ക് നേരെ വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പരിശോധിക്കാം. ഭൂമിക്ക് ശക്തമായിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സൂര്യനുമായിട്ട് താരതമ്യപ്പെടുത്താൻ പോലും സാധിക്കുകയില്ല. എങ്കിൽ പോലും സോളാർ ഫ്ലെയറിനെ നേരിടാൻ അത് തന്നെ മതിയാകുന്നതാണ്. സപ്പോസ് സൂര്യൻ ഇവിടെ ഇല്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഭൂമിയുടെ എല്ലാ വശങ്ങളിലും മാഗ്നറ്റിക് ഫീൽഡ് ഒരേ രീതിയിൽ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷേ ഇവിടെ സൂര്യനുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളിലും ഒരേ രീതിയിലല്ല മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. സൂര്യനിൽ നിന്നും ശക്തമായിട്ട് സൂര്യപ്രകാശം വരുന്നുണ്ട്, സോളാർ വിൻഡ് വരുന്നുണ്ട്, ഇത്തരത്തിലുള്ള സോളാർ ഫ്ലെയറുകൾ സംഭവിക്കുന്നുണ്ട്, കൊറോണൽ മാസ് ഇജക്ഷൻ സംഭവിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സർജ് നടക്കുന്നത് കൊണ്ട് തന്നെ സൂര്യൻ്റെ നേർക്കുള്ള ഭൂമിയുടെ ഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് കോൺട്രാക്റ്റ് ചെയ്തിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ചുരുങ്ങിയിരിക്കുന്നതാണ്. ഭൂമിയുടെ പിന്നിലേക്ക് ഒരു വാല് പോലെ ആ മാഗ്നറ്റിക് ഫീൽഡ് നീണ്ടുപോകുന്നതാണ്. സൂര്യനില്ലാത്ത ഭൂമിയുടെ മറുവശത്ത് അത്തരത്തിൽ എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയാണ് കാണാൻ സാധിക്കുന്നത്. സൂര്യന് നേർക്കുള്ള ഭാഗത്ത് കോൺട്രാക്റ്റ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയും കാണാൻ സാധിക്കും. ഈ ഫീൽഡ് ലൈൻസിന് സോളാർ ഫ്ലെയറിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്നതാണ്. അതിനെ തുളച്ച് ഭൂമിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഫ്ലെയറുകൾക്ക് സാധാരണഗതിയിൽ സാധിക്കാറില്ല. അങ്ങനെ സാധിക്കുകയാണെങ്കിൽ ഇവിടെ മനുഷ്യവാസം അസാധ്യമായ കാര്യമാണ്. പക്ഷേ പൂർണ്ണമായിട്ടും ഈ ഫ്ലെയറുകൾ എത്തിച്ചേരുന്നില്ല എന്നും പറയാൻ സാധിക്കുകയില്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈനിനെ ഡിഫ്ലക്റ്റ് ചെയ്ത് ആ ഡിഫ്ലക്ഷനിലൂടെ കുറച്ച് പദാർത്ഥങ്ങളൊക്കെ ഭൂമിയുടെ ധ്രുവ പ്രദേശങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നല്ല, അങ്ങനെ എത്താറുണ്ട്. അങ്ങനെ എത്തുന്ന വേളയിലാണ് നമുക്ക് ധ്രുവ പ്രദേശങ്ങളിൽ അറോറ പോലുള്ള പ്രതിഭാസങ്ങൾ കാണാൻ സാധിക്കുന്നത്. അതിശക്തമായിട്ടുള്ള ഒരു സോളാർ ഫ്ലെയർ ആണ് സംഭവിക്കുന്നതെങ്കിൽ ധ്രുവ പ്രദേശങ്ങളിൽ രാത്രി കാലത്ത് ശക്തമായിട്ടുള്ള പ്രകാശം ഉണ്ടാകുന്നതാണ്. ആളുകൾ പകൽ സമയമാണെന്ന് തെറ്റിദ്ധരിക്കുക പോലും ചെയ്യുന്നതാണ്. ഞാൻ പറയുന്നത് കൃത്യമായിട്ടുള്ള ധ്രുവപ്രദേശത്തെക്കുറിച്ചാണ്. യൂറോപ്യൻ കൺട്രീസിൻ്റെ എല്ലാ ഭാഗവും അത്തരത്തിലുള്ള ധ്രുവപ്രദേശത്തല്ല സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ അത്രയും ശക്തമായിട്ടുള്ളൊരു സോളാർ ഫ്ലെയർ സംഭവിക്കുകയാണെങ്കിൽ യൂറോപ്പിലെ മിക്ക സ്ഥലങ്ങളിലും സോളാർ ഫ്ലെയർ കാണാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ദൃശ്യങ്ങളാണ് എനിക്ക് കഴിഞ്ഞ ദിവസം 1-2 പേർ അയച്ചു തന്നിരിക്കുന്നത്. സോളാർ ഫ്ലെയർ തന്നെ വ്യത്യസ്ത നിറങ്ങളിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് അയച്ചു തന്നിരിക്കുന്നതിൽ ഒരു മജന്ത നിറമാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള കാരണം നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ലെയറുകളാണ്. സൂര്യനിൽ നിന്ന് വരുന്ന സോളാർ ഫ്ലെയറിൻ്റെ ഒരു ചെറിയ അംശം നമ്മുടെ ധ്രുവപ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അത് ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ലെയറുകളിലൂടെ ആയിരിക്കും പല സമയങ്ങളിൽ പോവുക. ചില സമയങ്ങളിൽ അത് പോകുന്ന ലെയറിൽ നമുക്ക് മജന്ത നിറമായിരിക്കും കാണാൻ സാധിക്കുക, ചില സമയങ്ങളിൽ പച്ച നിറമായിരിക്കും കാണാൻ സാധിക്കുക. അതിൻ്റെ കാരണം വ്യത്യസ്തമായിട്ടുള്ള ലെയറുകൾ അടങ്ങിയിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള വാതകങ്ങളുടെ സാന്നിധ്യമാണ്. ഇത് നമ്മുടെ റേഡിയോ കമ്മ്യൂണിക്കേഷനെ താറുമാറാക്കാൻ കാരണമായി മാറുന്നതാണ്. ആൻറ്റിനയിൽ നിന്നും മറ്റൊരു ആൻറ്റിനയിലേക്ക് നമുക്ക് സിഗ്നലുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഭൂമിക്ക് ഒരു ഗോളത്തിൻ്റെ രൂപമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കർവേച്ചറുണ്ട്.
അതുകൊണ്ട് വളരെയധികം അകലെയുള്ള റിസീവിംഗ് സ്റ്റേഷനിലേക്ക് നമുക്ക് റേഡിയോ തരംഗങ്ങളെ നേരിട്ട് അയക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ വരുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള അയണോസ്ഫിയറിലേക്ക് നമ്മൾ ഈ ഒരു സിഗ്നൽ അയക്കുകയാണ് ചെയ്യുന്നത്. അയണോസ്ഫിയറിൽ നിന്നും അത് പിന്നീട് ഭൂമിയുടെ മറുഭാഗത്തുള്ള അല്ലെങ്കിൽ കർവേച്ചറിന് അപ്പുറത്തുള്ള റിസീവിംഗ് സ്റ്റേഷനിൽ എത്തിച്ചേരുകയാണ്. പക്ഷേ ഇത്തരത്തിൽ ഒരു സോളാർ ഫ്ലെയറിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അയണോസ്ഫിയർ താറുമാറാകുന്നതാണ്, ഈ റേഡിയോ കമ്മ്യൂണിക്കേഷനെ അത് താറുമാറാക്കുന്നതാണ്. കൂടാതെ ഇലക്ട്രിക് ഗ്രിഡിനെ ഇത് ബാധിക്കുന്നതാണ്. ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് എങ്ങനെയാണ് എല്ലാ സമയത്തും വൈദ്യുതി ലഭ്യമാകുന്നത്? നമ്മുടെ കേരളത്തിൽ രാത്രി കാലങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും ഈ സമയങ്ങളിലൊക്കെ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി മതിയാവുകയില്ല ഇവിടുത്തെ കൺസംഷൻ മീറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഗ്രിഡിൻ്റെ സഹായത്താലാണ് വ്യത്യസ്തമായിട്ടുള്ള പവർ സ്റ്റേഷനുകൾ ഉൽപ്പാദിപ്പിക്കുന്ന, ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ്ജത്തെ ഇവിടെ കൊണ്ടുവരുന്നത്. ഈ ഗ്രിഡുകളുടെ പ്രവർത്തനത്തെ സോളാർ ഫ്ലെയറുകൾ കാര്യമായി തന്നെ ബാധിക്കുന്നതാണ്. 1989 കാനഡയിലെ ക്യൂബെക് എന്ന് പറയുന്ന ഒരു പ്രവിശ്യയിൽ 11 മണിക്കൂറുകളോളം നീണ്ടു നിന്ന ഒരു പവർ ഔട്ടേജ് സംഭവിക്കുകയുണ്ടായി, വൈദ്യുതി വിച്ഛേദിക്കപ്പെടുകയുണ്ടായി. അതിൻ്റെ കാരണം അന്നുണ്ടായ സോളാർ ഫ്ലെയർ ആയിരുന്നു. ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും ഭയാനകരമായിട്ടുള്ള സോളാർ ഫ്ലെയർ സംഭവിച്ചത് 1859 കാരിങ്ടൺ ഇവൻ്റ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഗവേഷകനായ കാരിങ്ടൺ തന്നെയാണ് ഇത് കണ്ടെത്തിയത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഇത് അറിയപ്പെടുന്നത്. ആ കാലഘട്ടത്തിൽ സാറ്റലൈറ്റുകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ രീതിയിലുള്ള നാശനഷ്ടമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ടെലഗ്രാഫുകൾ നിലവിലുണ്ടായിരുന്നു. ആ ടെലഗ്രാഫുകൾ ഉപയോഗിച്ച ആളുകൾക്ക് പലർക്കും ഇലക്ട്രിക് ഷോക്കുകൾ ഏൽക്കുകയുണ്ടായി. ധ്രുവപ്രദേശങ്ങളിലൊക്കെ രാത്രികാലം പകലിന് സമാനമായി മാറിയതും ഇതേ കാലഘട്ടത്തിൽ തന്നെ ആയിരുന്നു. ഇതിനു പുറമെ നമ്മുടെ സാറ്റലൈറ്റുകളുടെ പ്രവർത്തനത്തെ കാര്യമായിട്ട് ബാധിക്കുന്നതാണ്. നമ്മുടെ നിത്യജീവിതം തന്നെ സാറ്റലൈറ്റുകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നടക്കുന്നത്. അത് പലപ്പോഴും നമുക്ക് അറിയാൻ സാധിക്കുകയില്ല എന്ന് മാത്രം. ഈ സാറ്റലൈറ്റുകളെ കാര്യമായിട്ട് ബാധിച്ചിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2022 തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഇലോൺ മസ്കിൻ്റെ സ്റ്റാർലിങ്ക് സാറ്റലൈറ്റുകൾക്ക് നാശനഷ്ടമുണ്ടായി. അത് ഭൂമിയിലേക്ക് തന്നെ തകർന്ന് പതിക്കുകയുണ്ടായി. അതിലൂടെ അദ്ദേഹത്തിന് $50 മില്യൺ നാശനഷ്ടമാണ് സംഭവിച്ചത്. 1859 സംഭവിച്ചതുപോലുള്ള ഭീകരമായിട്ടുള്ള ഒരു സോളാർ ഫ്ലെയർ സംഭവിക്കുകയാണെങ്കിൽ കനത്ത നാശനഷ്ടം തന്നെയായിരിക്കും ഭൂമിയിൽ സംഭവിക്കുക. എന്തായിരുന്നു 1859 നടന്നിട്ടുള്ള പ്രതിഭാസത്തിൻ്റെ പ്രത്യേകത? അതിൻ്റെ കാരണം അന്ന് ആ സൺസ്പോട്ട് ഉണ്ടായത് ഭൂമിയുടെ കൃത്യം നേർക്കായിരുന്നു എന്നത് തന്നെയാണ്. 11 വർഷം കൂടുന്തോറും ആവർത്തിക്കുന്നതാണ്. അതായത് ഇത് റെയറായിട്ടുള്ളൊരു പ്രതിഭാസമല്ല, പക്ഷേ ഭൂമിക്ക് നേരെ വരുന്നത് റെയറായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് കൊറോണൽ മാസ് ഇജക്ഷനെ കുറിച്ച് കൂടി പറയാം. ഈ സോളാർ ഫ്ലെയറിൻ്റെ ഭാഗമായിട്ടും കൊറോണൽ മാസ് ഇജക്ഷൻ സംഭവിക്കാറുണ്ട്. അതല്ലാതെ ഡയറക്റ്റ്ലിയും CME എന്ന് പറയുന്ന പ്രതിഭാസം സംഭവിക്കാറുണ്ട്. മാഗ്നറ്റിക് റീകണക്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. മാഗ്നറ്റിക് ഫീൽഡ് ലൈന് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പോവുകയാണ്. അത് ഡിസ്റപ്റ്റായി അവിടെ നിന്നും കട്ട് ചെയ്യപ്പെടുന്ന ആ സമയത്ത് സോളാർ ഫ്ലെയർ ഉണ്ടാകുന്നു. അത് പിന്നീട് മറ്റൊരിടത്തേക്ക് റീകണക്റ്റ് ആകുന്നു. ആ സോളാർ ഫ്ലെയർ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു സർജ് ഉണ്ടാകുന്നതാണ്. അതിശക്തമായിട്ടുള്ള തരംഗത്തിൻ്റെ സഞ്ചാരം ഉണ്ടാകുന്നതാണ്. ആ സഞ്ചാരത്തെ തുടർന്ന് സൂര്യൻ്റെ പ്രതലത്തിലുള്ള പ്ലാസ്മ, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അവിടെ നിന്നും തെറിച്ച് വെളിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ പോകുന്ന പ്ലാസ്മയോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള ഊർജ്ജമുള്ള സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും ഉണ്ടായിരിക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് പറയുന്നത്. കൊറോണൽ മാസ് ഇജക്ഷൻ ലഘുവായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും തരംഗമല്ല, അത് ചാർജ് പാർട്ടിക്കിൾസ് ആണ്. പ്ലാസ്മ എന്ന് പറയുന്നത് തന്നെ പോസിറ്റീവ് അയോൺസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പോസിറ്റീവ് അയോൺസും മാഗ്നറ്റിക് ഫീൽഡുമാണ് CME ആയിട്ട് സഞ്ചരിക്കുന്നത്. CME സൃഷ്ടിക്കുന്ന ആഘാതം അത് സോളാർ ഫ്ലെയറിനേക്കാൾ ഭീകരമായിട്ടുള്ളൊരു ആഘാതമാണ്. സോളാർ ഫ്ലെയർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ റേഡിയേഷൻ മാത്രമാണ്. പ്രകാശ വേഗതയിൽ തന്നെയാണ് അത് സഞ്ചരിക്കുന്നത്. അതായത് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് എത്തിച്ചേരാനായിട്ട് അതിന് വെറും 8 മിനിറ്റുകൾ മാത്രം മതി. പക്ഷേ അതിനേക്കാൾ കുറഞ്ഞ വേഗതയിലാണ് CME സഞ്ചരിക്കുന്നത്. കാരണം അത് വെറും ഒരു റേഡിയേഷൻ അല്ല, അതിൽ പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ട്. അതിന് പ്രകാശത്തിൻ്റെ അത്രയും വേഗതയിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഏതാനും ദിവസങ്ങൾ കൊണ്ട് അത് ഭൂമിയിൽ എത്തിച്ചേരുന്നതാണ്. അങ്ങനെ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള വിപത്തുകൾ തന്നെ കൂടുതൽ ആഘാതത്തിൽ സംഭവിക്കുന്നതാണ്. 11 വർഷം കൂടുന്തോറും ഈ സോളാർ സൈക്കിൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്ത് കാരണം കൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത്? അത് സൈക്ലിക്കായിട്ട് പോകാനുള്ള കാരണം എന്താണ്?
അതിൻ്റെ കാരണം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പ്രതിഭാസങ്ങൾ തന്നെയാണ്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കൂട്ടിച്ചേർക്കൽ കൂടി മതിയാകും. മാഗ്നറ്റിക് റീകണക്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ട് പോസിറ്റീവിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡ് ലൈന് മറ്റൊരു നെഗറ്റീവിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞു. ആ മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് സൂര്യൻ്റെ മാഗ്നറ്റിക് നോർത്ത് പോളാണ്. നോർത്ത് പോളിലേക്ക് ഈ മാഗ്നറ്റിക് ഫീൽഡ് വന്നു ചേരുകയാണ്. സാധാരണഗതിയിൽ മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്ക് വെളിയിലൂടെ സഞ്ചരിക്കുകയാണ് ചെയ്യാറ്. പക്ഷേ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മാഗ്നറ്റിക് പോസിറ്റീവിൽ നിന്നും നോർത്ത് പോളിലേക്ക് ഫീൽഡ് ലൈൻസ് വന്നു ചേരുകയാണ്. അങ്ങനെ ശക്തമായിട്ടുള്ള ഊർജ്ജത്തിൽ നിരവധി ഫീൽഡ് ലൈനുകൾ വന്നു ചേരുമ്പോൾ സൂര്യൻ്റെ മാഗ്നറ്റിക് നോർത്ത് പോള് സൗത്ത് പോളായി മാറുകയും സൗത്ത് പോള് നോർത്ത് പോളായി മാറുകയും ചെയ്യുന്നു. അതിനുശേഷം സൂര്യൻ ഏറെക്കുറെ ശാന്തമായി തന്നെ മാറുന്നതാണ്. അതിനുശേഷം സൂര്യൻ ഏതാണ്ട് ശാന്തമായി തന്നെ കടന്നു പോകുന്നതാണ്. ആ സന്ദർഭത്തെയാണ് നമ്മൾ സോളാർ മിനിമം എന്ന് വിശേഷിപ്പിക്കുന്നത്. വീണ്ടും പഴയപടി കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. വീണ്ടും ഇക്വേറ്ററിലുള്ള പ്ലാസ്മ വേഗതയിൽ സഞ്ചരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈന് വളഞ്ഞു വരേണ്ടതാണ്. അതൊരു 11 വർഷങ്ങൾ കൊണ്ട് ഇത്തരത്തിൽ ട്വിസ്റ്റ് ചെയ്യപ്പെട്ട് വീണ്ടും മാഗ്നറ്റിക് നോർത്ത് സൗത്തും മാഗ്നറ്റിക് സൗത്ത് നോർത്തുമാകുന്ന പ്രതിഭാസം സംഭവിക്കേണ്ടതാണ്. അത് ഏകദേശം ഒരു 11 വർഷം കൂടുന്തോറും സംഭവിക്കുന്ന പ്രതിഭാസമാണ്. ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഞാനൊരു ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ കോഴ്സിൻ്റെ ഭാഗമായി ഗവേഷകരോടൊപ്പം ചേർന്ന് റിസർച്ച് ചെയ്യാനും അതൊരു ശാസ്ത്ര പ്രബന്ധമാക്കി പബ്ലിഷ് ചെയ്യാനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ലിങ്ക് പരിശോധിക്കുക. കോഴ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഇൻസ്റ്റാഗ്രാമിലൂടെയോ എന്നോട് സംസാരിക്കാവുന്നതാണ്. അതിൻ്റെ ലിങ്കുകളും ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്.